ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ബബിനാണേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും തത്സമയം ശാലിനിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടുന്ന, എല്ലായിടത്തും കിട്ടും എങ്കിലും ഞങ്ങളുടെ നാട് പറവൂര് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപായതുകൊണ്ട് ഇവിടെ കിട്ടുന്ന ഒരു ഐറ്റമാണ് കക്കർച്ചി. അപ്പോൾ കക്കർച്ചി വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കക്ക ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ കക്ക മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ചെറായി ഭാഗത്താണ്, ചെറായി പറവൂർ റോട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടെ നമ്മുടെ ഒരു ചേട്ടൻ കക്ക വെക്കുന്നുണ്ട്. നല്ല അടിപൊളി കക്കയാണ് കേട്ടോ, നല്ല വലിപ്പമുള്ള കക്കയാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ഇന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഒരുപാട് പണികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കക്ക വിൽക്കുന്നത് നമ്മുടെ പറവൂർ, നോർത്ത് പറവൂരിൽ നിന്ന് ചെറായി ഭാഗത്തേക്ക് പോകുന്ന ചെറായി പറവൂർ റോട്ടിലാണ് കേട്ടോ ഈ കക്ക വിൽക്കുന്നത്. ഈ ചേട്ടനാണ് കക്ക വിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കുറേ പ്രോസസ്സ് ഉണ്ട്. തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് ഈ കക്ക പുഴുങ്ങിയെടുത്ത് ഇതേപോലെ ഇറച്ചിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ അഴുക്കൊക്കെ ഉണ്ട്, അതൊക്കെ നീക്കം ചെയ്ത് ഇതുപോലെ ക്ലീൻ ആക്കി ഒരുപാട് തവണ വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് ഞാൻ ഈ കുക്കറിലേക്ക് മാറ്റുന്നത്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഒരുപാട് തവണ കഴുകിയില്ലെങ്കിൽ ഇതിനൊരു മണ്ണിൻ്റെ ഒരു അംശം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ മണ്ണ് കടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് മാക്സിമം കഴുകി വൃത്തിയാക്കി നമ്മൾ ഈ കുക്കറിലേക്ക് ആക്കുകയാണ്. കുക്കറിൽ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തെങ്കിൽ മാത്രമേ, ഈ ഷെൽ ഫിഷൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് വേവണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ കക്കയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യം ഇഞ്ചി കുറച്ച് ആ കുക്കറിലേക്ക് നമ്മൾ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ പച്ചമുളകും നമ്മൾ കുക്കറിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം വേപ്പില, ആ വേപ്പിലയും നമ്മൾ ഈ കുക്കറിലേക്ക് ഇടുകയാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ വളരെ കുറച്ച് ഉപ്പേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ കറിയിൽ ചേർക്കാനുണ്ട്, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ ചേർക്കാനുള്ളതുകൊണ്ട് വേവാനുള്ള ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെയാണെങ്കിൽ വളരെ കുറച്ച് മഞ്ഞപ്പൊടിയും ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് മെയിനായിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഇട്ടാൽ മാത്രം പോരാ, ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് എന്താ പറയുക, പ്രസ് ചെയ്ത്, അല്ലെങ്കിൽ നന്നായിട്ട് എല്ലായിടത്തും ആവാൻ വേണ്ടി ഒന്ന് ഞെരടി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കൈയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ കാണുന്ന പോലെ അതിനകത്ത് എല്ലാ എന്താ പറയുക, മഞ്ഞപ്പൊടിയും ഉപ്പും പച്ചമുളകും എല്ലാം കൂടി, ചില സ്ഥലങ്ങളിൽ പറയും തിരുമുക എന്ന് പറയും. അപ്പോൾ നന്നായിട്ട് ഞെരടുകയോ തിരുമുകയോ ഒക്കെ ചെയ്തതിന് ശേഷം ഇതുപോലെ ആവും. എന്നിട്ട് കുക്കറിൻ്റെ അടപ്പടച്ച് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് ഒരു 2 വിസിൽ കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കക്ക വേവും. അങ്ങനെ അടുപ്പ് ഞാൻ കത്തിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കക്കർച്ചി കുക്കറിൽ വെച്ചിട്ടുണ്ട്. 2 വിസിൽ, അപ്പോഴേക്കും നന്നായിട്ട് വേവും. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മറ്റു പരിപാടിയിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. അതിനുശേഷമുള്ള പണികളാണ് നമ്മൾ ഈ കാണുന്ന സവാളയെ കരിഞ്ഞു, അതുപോലെ കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എടുത്തതിന് ശേഷം നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് കടുകാണ്. കടുകിട്ട് ശടപടാന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇടണം നേരത്തെ നമ്മൾ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനകത്തേക്ക് പറക്കിയിടുക. ഇട്ടതിന് ശേഷം ഈ കാണുന്ന സ്പൂൺ വെച്ച് കുറച്ച് നേരം അവനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഒരു പാകമാകുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ കളറ് മാറി ഒരു ബ്രൗൺ കളറിലേക്ക് വരും. അപ്പോഴേക്കും അതിനകത്തേക്ക് കുറച്ച് സവാള വാരി എറിയുക. ഇതേപോലെ സവാളകൾ ഞാൻ എടുത്തിരിക്കുന്നത് 2 സവാളയാണ്. ഇപ്പോൾ 2 സവാള എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കക്കർച്ചി ഉള്ളതുകൊണ്ട് 2 സവാള എന്തായാലും വേണം ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ 2 സവാള എടുത്ത് കച്ച നരിഞ്ഞ് അതെടുത്ത് ഈ കാണുന്ന നമ്മുടെ പാനിലേക്ക് തട്ടി അതിനുശേഷം ഈ സ്പൂൺ വെച്ച് കുറച്ച് നേരം ഇളക്കുക. ഇളക്കി വരുമ്പോൾ ഇതിൻ്റെ കളർ വീണ്ടും ചേഞ്ച് ആവും സുഹൃത്തുക്കളെ, ബ്രൗൺ കളറിലേക്ക് മാറും. അപ്പോൾ അതിനു വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ബ്രൗൺ കളർ ആകട്ടെ. നല്ല ബ്രൗൺ കളർ ആയതിന് ശേഷമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഇതിലും കുറച്ച് പൊടിക്കൈകളൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ടേ പോലെ തന്നെ ഇതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചേർക്കണം. പക്ഷേ അധികം മസാലകളൊന്നും ഇല്ലാതെയാണ് കേട്ടോ ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ എന്തായാലും കളറ് ചേഞ്ച് ആയിട്ടുണ്ട്, ബ്രൗൺ കളറിലേക്ക് അങ്ങനെ നമ്മുടെ സവാള മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയാണ് നമ്മൾ മസാലയുടെ ബാക്കിയുള്ള കൂട്ടുകളൊക്കെ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സവാള ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, ഈ സവാളയുടെ ഒരു പച്ച മണം
മാറുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരും. അതിൻ്റെ ഒപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും എല്ലാം ഇട്ടിട്ടാണ് ഇത് ഇളക്കുമ്പോൾ നമുക്ക് ആ വരുന്നൊരു സ്മെല്ല് ഒരു രക്ഷയില്ല മക്കളെ, കിഡിലോസ്കിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സവാള ഫ്രൈ ആയി. ഇനി അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. എന്നിട്ടും നമ്മൾ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഒന്നും കൂടി ഇളക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഈ സവാളയിലേക്ക് പിടിക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ ഈ ഒരു കൂട്ട് അല്ലെങ്കിൽ ഈ ഒരു മസാല കഴിക്കാൻ ഒരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി അതിനെ ഒന്ന് മിക്സ് ചെയ്ത് വേണം, എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കാണുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട്, കാരണം അതിൻ്റെ ഒരു സ്മെല്ല് ഒരു പ്രത്യേക രസം തന്നെയാണ്. അപ്പം എന്തായാലും നമ്മുടെ കുക്കറിലിരിക്കുന്ന കക്കർച്ചി, വെന്ത കക്കർച്ചിയെ നമ്മൾ നേരെ എടുത്ത് ഈ മസാല കൂട്ടിലേക്ക് തട്ടുകയാണ്. അപ്പം എന്തായാലും തട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കണം. നന്നായിട്ട് ഇവനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി മറിച്ച് കുത്തി ഇളക്കി മറിച്ച് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഇളക്കി മറിച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു പരിവമൊക്കെ ആയിക്കഴിയുമ്പോൾ കുറച്ച് നേരം നമ്മൾ അവനെ ഫ്രീ ആക്കി വിടണം കേട്ടോ. കാരണം ഇത്രയും നേരം നമ്മൾ കുത്തി ഉപദ്രവിച്ചതല്ലേ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വേവാൻ വേണ്ടി ഒന്ന് ഫ്രീ ആക്കി വിടണം. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ കക്കർച്ചിയിൽ ഈ മസാലയൊക്കെ അങ്ങോട്ട് പിടിച്ച് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. മിക്സായി നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങി. ഈ കക്കർച്ചിയുടെയും അതുപോലെ തന്നെ ഈ മസാലക്കൂട്ടിൻ്റെയൊക്കെ ഒരു പ്രത്യേക സ്മെല്ലാണ്. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഫീൽ ചെയ്യാൻ സാധിക്കും. നല്ല ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരും, നല്ലൊരു എരിവും അതുപോലെ തന്നെ എന്താ പറയുക മുളക് പൊടിയുടെയും അതുപോലെ നമ്മുടെ ഈ കുരുമുളകിൻ്റെയും എല്ലാം ഒരു വല്ലാത്ത സ്മെല്ലാണ് വരുന്നിട്ട്. വായിൽ നമുക്ക് അറിയാതെ തന്നെ കപ്പലോടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ വായിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അധികം ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. നമ്മൾ കുക്കറിലിട്ട് വേവിച്ച കക്ക ആയതുകൊണ്ട് നന്നായിട്ട് വെന്ത് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ കക്ക ഫ്രൈ. അപ്പോൾ പൊന്നുമക്കളെ ഒരു രക്ഷയില്ല, കിഡിലോസ്കിയാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ എന്തായാലും തത്സമയം ചാനലിലൂടെ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. സൈനിങ് ഓഫ്, ബബിൻ.